കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദി ലോർഡ് ഹാസ് ഗിവൺ us. എത്ര പേർ വിളിച്ചു പറയും, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. ബട്ട് ബിക്കോസ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിനാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും. ആ അധികാരങ്ങൾ കർത്താവ് എന്നെ ഏൽപ്പിച്ച് എനിക്കൊരു കൈമാറ്റം, കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് വലിയൊരു കൈമാറ്റം കർത്താവ് നടത്തി. ആ അധികാരങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് ഗോഡ് വിൽ കം ഡൗൺ. ദാറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. അവരെ ഒരു മലയുടെ അറ്റത്തോളം അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ എംപവർ ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനെയൊക്കെ മറികടക്കാൻ സാധിക്കത്തില്ലേ, അതിനെയെല്ലാം മറികടക്കാനുള്ള കൃപ തരും. ഇന്ന് പ്രഭാതത്തിലും ധൈര്യമായിട്ട് ദൈവവചനം പറയുക, സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റ്യസ്നസ്. ദൈവരാജ്യം, അവന്റെ രാജ്യം അന്വേഷിച്ചോ, ആ കർത്താവിനെ ഒന്ന് നോക്കിക്കോ. എബ്രായ ലേഖനക്കാരൻ പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. ആ യേശുവിനെ നോക്കുന്നുവെങ്കിൽ ഒന്നിലും ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ചിലപ്പോൾ ചില വെല്ലുവിളികൾ കാണും, ചില പ്രതിസന്ധികൾ കാണും, ഇന്ന് തരണം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കാണും. അതിൻ്റെ അകത്ത് ദൈവവൈദ്യരെ നിങ്ങളോട് ഞാൻ ഉറപ്പോടെ പറയാം, പ്രൈസ്, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. വേഗത്തിലൊരു വചനം വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഇറ്റ്സ് ദ ബുക്ക് ഓഫ് ഹീബ്രു, ഹെബ്രായ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ ലേഖനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഹോളി ബ്രദറൻ, വിശുദ്ധ സഹോദരന്മാരെ. ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വിശുദ്ധനായിട്ട് എണ്ണണം. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധനാണ്. ദൈവം നിങ്ങളെ നീതീകരിച്ചതാണ്. ഒന്നിനും നിങ്ങൾക്ക് യാതൊരു കുറവുമില്ല. സഭയെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ. എന്നിട്ട് പറയാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ. എൻ്റെ കോളിംഗ് ഭൂമിയിൽ നിന്നുള്ള കോളിംഗ് അല്ല, എൻ്റെ കോളിംഗ് ഉയരത്തിൽ നിന്നുള്ള കോളിംഗ് ആണ്. എന്നെ ദൈവം തെരഞ്ഞെടുത്ത്, എന്നെ നമ്മൾ പറയുകയല്ലേ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ദൈവത്തിന്റെ വിളിയാണ്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പാണ്. കർത്താവാണ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, പിതാവ് ആകർഷിക്കാതെ ഒരു വ്യക്തിക്കും പുത്രന്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധിക്കത്തില്ല. പിതാവാണ് ആകർഷിച്ചത്. യോഹന്നാൻ 15 പറയുകയാണ്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഇവിടെ ദൈവവചനം പറയുക, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് നോക്കാൻ ചിലപ്പോൾ മറ്റു പലതും ഉണ്ടായിരിക്കാം, നോക്കാൻ മറ്റു പലതും പലരും കണ്ടേക്കാം, ചിലപ്പോൾ നമുക്ക് നോക്കാൻ നമ്മുടെ ജീവിതത്തിൽ പല സാധ്യത. പക്ഷേ ഏത് കാര്യത്തിനും യേശു, ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്ക്. ലുക്ക് ഓൺ ടു ജീസസ്. ആ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ തല താഴാൻ സമ്മതിക്കത്തില്ല. ഒരു പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവൻ സ്വർഗത്തിൽ അടങ്ങിയിരിക്കുന്ന കർത്താവല്ല, അവൻ സ്വർഗം ചായ്ച്ച് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ലുക്ക് ഓൺ ടു ജീസസ്. വിശ്വാസത്തിന്റെ നായകനും ആ പൂർത്തി വരുത്തുന്നവരുമായ ആ യേശുവിനെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. എന്തുകൊണ്ടാണ് യേശുവിനെ നോക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ അധ്യായം തുടങ്ങുന്ന 3-ാം അധ്യായം തുടങ്ങുന്ന വാക്ക്, ആ പദപ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അതുകൊണ്ട് വിശുദ്ധ, ഏതുകൊണ്ട്? അതിന്റെ 2-ാം അധ്യായം, അതിന്റെ അവസാന വാക്യം, അതായത് 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, താൻ തന്നെ പരീക്ഷനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവന് എനിക്കൊരു സഹായകനുണ്ട്, എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആ കർത്താവിനെ നോക്കിയാൽ യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു ഷോർട്ട് മെസ്സേജായി ഇന്ന് എടുക്കുന്നത്. എനിക്ക് 1-2 എൻഗേജ്മെന്റ്സ് രാവിലെ ഉണ്ട്, ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാം, യേശുവിനെ ഒന്ന് നോക്കിയാൽ മതി, ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. സോ വി ആർ ഗോയിങ് ടു പ്രേ. നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ബേർഡൻസ് ആണോ, നിങ്ങളുടെ പ്രതികൂലങ്ങളാണോ, നിങ്ങളുടെ വെല്ലുവിളിയാണോ? ചിലപ്പോൾ ചിലർ പറയും, ജീവിതത്തിൽ എനിക്ക് ചില കുറവുകളുണ്ട്, എൻ്റെ വീഴ്ചകളുണ്ട്. അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത്
അവിടുത്തെ പ്രൈസ് നോക്ക്, സകല ചിന്താകുലവും എൻ്റെ മേലിട്, കാസ്റ്റ് ഓൾ യു ബേർഡൻസ് ഓൺ മീ എന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങോട്ടിട്ട് ഒന്ന് ഫ്രീ ആയിക്കോ. അവൻ കരുതുന്ന കർത്താവാണ്. പരീക്ഷ സഹിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടം അനുഭവിച്ച പരീക്ഷ സഹിക്കുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് വചനം പറയുകയാണ്. നോക്ക്, അവന് വേണ്ടി, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, എനിക്ക് വേണ്ടി വില കൊടുത്തു. അങ്ങനെയാണെങ്കിൽ let us pray. പരിശുദ്ധപിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ പേരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളോട് കടന്നു പോകുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ അതിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, എല്ലാവിധ ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, ശാരീരികമായ സൗഖ്യം ഉണ്ടാകട്ടെ, ഭൗതികമായ നന്മകൾ നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്നതിനായി സ്തോത്രം. വഴികൾ തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ചില ജോലിയുടെ വിഷയമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന് രമണി എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. ഈ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവികമായ സ്പർശനം ഉണ്ടാകട്ടെ, അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും എല്ലാ വിഷയങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. തലമുറകളെല്ലാം ബ്ലെസ്ഡ് ആകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. ആ നോട്ടം കർത്താവിലോട്ട് നോക്കിക്കോ. യു വിൽ നോട്ട് ബി പുട്ട് ഔട്ട്. ഈ ലോകത്ത് പലരും നമ്മളെ താത്തിക്കളയുമെന്ന് കർത്താവ് ഒരിക്കലും താക്കത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ഗോഡ് ബ്ലെസ് യു.